നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നാട്ടിൽ എന്തൊക്കെയാണല്ലേ നടക്കുന്നത്? പത്രം തുറക്കാൻ വയ്യ, അത്രയേറെ പ്രശ്നങ്ങൾ. ഓരോ ദിവസവും ഓരോ ഘട്ടത്തിൽ പ്രശ്നങ്ങൾ നിറയുകയാണ്. മേഘ, നമ്മൾ സത്യത്തിൽ നമ്മുടെ ഈ ഒരു മാധ്യമ രംഗത്ത് നിൽക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് വാർത്തകൾ. അത് തന്നെയാണ് നമ്മുടെ ഉപജീവന മാർഗവും. പക്ഷേ ഈ ദുരന്ത വാർത്തകൾ, മരണ വാർത്തകൾ, പ്രത്യേകിച്ചും ഈ കുട്ടികൾക്കുണ്ടാകുന്ന വാർത്തകൾ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 2K കിഡ്സിനെ തൊടാൻ കഴിയില്ല എന്ന പോലെയാണ് വരുന്ന വാർത്തകളൊക്കെ തന്നെ ഞെട്ടിപ്പിക്കുന്നതും രക്തം മരവിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം നവായിക്കുളത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി മരണപ്പെട്ടു എന്നൊരു വാർത്ത കേട്ടു. അതുമായി ബന്ധപ്പെട്ട് മേഘ റിപ്പോർട്ടിങ്ങിനായി ചെന്നിരുന്നു. അവിടെ നിന്ന് ലഭിക്കുന്നത് അത്ര സുഖകരമായിട്ടുള്ള വാർത്തകളല്ല എന്നുള്ളതാണ്. എന്തൊക്കെയാണ് കൂടുതൽ റിപ്പോർട്ടുകൾ? ഇത് തന്നെയാണ് നമ്മളിപ്പം പേടിയാണ് ഓരോ ദിവസവും എന്താണ് സംഭവിക്കുക എന്നതാ. കഴിഞ്ഞ ദിവസം നമ്മള് വാർത്ത കണ്ടത് ഒരു പെൺകുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ എത്തുന്നത്. അപ്പൊ അവിടെ എത്തിയപ്പം അറിയാൻ സാധിച്ചത് ഒരു പയ്യനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് പ്രണയം ഉണ്ടാകാം, അതുവഴി എന്തെങ്കിലും വാക്കുതർക്കമോ അല്ലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുന്ന നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പം 10ാം ക്ലാസ്സിലെ കുട്ടിക്ക് 16 വയസ്സ്, ഈ കുട്ടിക്ക് കാമുകനായിട്ടുള്ളത് 29 വയസ്സുള്ള ഒരു പയ്യനാണ്. അവിടുത്തെ സമീപവാസി തന്നെയാണ്, അടുത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വീട്. അപ്പം കേൾക്കുന്നത് പ്രധാനമായിട്ടും ഈ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം ചെയ്ത പീഡിപ്പിച്ചു എന്നുള്ള ഒരു രീതിയിലാണ്. കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും നിലവിലുള്ള റിപ്പോർട്ടുകൾ പ്രകാരം, സൂചനകൾ പ്രകാരം ഈ പെൺകുട്ടിയെ ഇദ്ദേഹം പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് വരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് പോലീസ് അന്വേഷണം നടത്തി. ഉടൻ തന്നെ പോലീസിന്റെ ഒരു പ്രവർത്തനം ഇപ്പം പെട്ടെന്നാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നുണ്ട്. എന്തായാലും ഈ അഭിജിത്ത് എന്നുള്ള ഈ ഒരു യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഈ കുട്ടിയുടെ ഒരു സാഹചര്യം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ദയനീയമായിട്ട് തോന്നും. കാരണം എന്ന് വെച്ചാൽ ഈ സ്കൂളും അതുപോലെ തന്നെ ഈ നാട്ടിലൊക്കെ ഏറ്റവും മികവ് പുലർത്തുന്ന ഒരു പെൺകുട്ടിയാണ് ആത്മഹത്യയിലേക്ക് പോയിരിക്കുന്നത്. ആ വീട്ടിലെ സാഹചര്യം അതിനേക്കാൾ സങ്കടമാണ്. 10 വർഷം മുമ്പ് അച്ഛൻ ഒരു ആക്സിഡന്റിൽ മരിച്ചതാണ്. പിന്നെ ഈ കുട്ടീനെ അങ്ങോട്ട് വളർത്തുന്നത്, കൊണ്ട് നടക്കുന്നതൊക്കെ ഈ കുട്ടിയുടെ അമ്മമ്മയും അതുപോലെ തന്നെ അമ്മയുമാണ്. അമ്മ എന്ന് പറയുന്നത് അവിടെ ഗ്രാമപഞ്ചായത്തില് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഒരു ഉദ്യോഗസ്ഥയാണ്. ഈ അമ്മൂമ്മയാണ് ഈ കുഞ്ഞിനെ ഇപ്പൊ 10ാം ക്ലാസ്സിലൊക്കെ എത്തിയെന്ന് പറയുമ്പം അത്യാവശ്യം വലിയൊരു മെച്ചുവേർഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രായമാണ്. എങ്കിൽ പോലും ഇപ്പോഴും ചെറിയ കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നത് പോലെ പാല് വാങ്ങാൻ പോകുമ്പോഴും കടയിൽ പോകുമ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴും ഒക്കെ ഈ കൊച്ചിന്റെ കൈയും പിടിച്ച് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. നമ്മള് അവിടെ നാട്ടുകാരുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ചേട്ടനെ കണ്ടു. അപ്പം അദ്ദേഹത്തിന്റെ കൊച്ചുമകളുടെ സുഹൃത്താണ് ഈ കുട്ടി. അപ്പം അദ്ദേഹം പറയാണ് ആ കൊച്ചിനെ കുറിച്ച് ഒരു കുറ്റം പറയാൻ പറ്റൂല, അത്രമാത്രം തങ്കം പോലെയുള്ള ഒരു കൊച്ചാണ്. ആ കൊച്ചിങ്ങനെ ഒരിക്കലും ആത്മഹത്യയെ ചിന്തിക്കുന്നു പോലും പറയാൻ പറ്റില്ല. ഇവർക്കൊക്കെ ഇങ്ങനെ ഒരു കുട്ടി മരിച്ചു എന്ന് പറഞ്ഞപ്പം അവര് മനസ്സിൽ വിചാരിച്ച മുഖമേ അല്ല വന്നത്. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ കാലത്തുള്ള കുട്ടികളുടെ ആ ഒരു ചിന്താഗതിയൊക്കെ നമുക്കറിയാം. അവര് ഓവർ മെച്ചുവേർഡ് ആണ്. സാധാരണഗതിയിൽ 10ാം ക്ലാസ്സിൽ എത്തുന്ന ഒരു കുട്ടിയുടെ ഒരു മെച്യൂരിറ്റി അല്ല ഇപ്പോഴത്തെ കാലത്തുള്ള കുട്ടികളിലൊക്കെ കാണുന്നത്. അവര് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കുകയും പെട്ടെന്ന് പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക്, അത് ഒരുപക്ഷെ നമ്മളെ ഈ ജീവിതശൈലിയൊക്കെ മാറിയത് കൊണ്ടായിരിക്കും. ഇപ്പം ഞാനൊക്കെ പഠിച്ച കാലത്ത് 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഫോണ് തൊടാൻ പോലും കിട്ടിയിരുന്നത്. ഇപ്പോഴത്തെ കാലത്ത് 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും ഫോണൊക്കെ കൊടുക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൊടുക്കേണ്ടെന്ന് വരുന്ന ഒരു ഇതുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കേണ്ടത് പേരൻസിന്റെ ഒരു ഈ കുട്ടിയായിട്ടുള്ള ഇന്ററാക്ഷനും അതുപോലെ തന്നെ ഈ കുട്ടി ഈ ഫോണിൽ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നുള്ള കൂടുതലായിട്ട് നോക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ്. ഒരു പക്ഷെ കുട്ടികൾ തന്നെ പറയണ്ട അച്ഛനും അമ്മയും എന്താ ഇങ്ങനെ ടോക്സിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. ഇത് കേൾക്കുമ്പോൾ പാരന്റ്സിന് ഒരു പേടി വരുന്നുണ്ട്. അയ്യോ എന്റെ മക്കൾ എന്നെ കുറിച്ച് മോശമായിട്ട് വിചാരിക്കും. ആ ഒരു പേടി കൊണ്ട് മാറി നിൽക്കുന്ന ഒരു വലിയൊരു വിഭാഗം ആളുകളുണ്ട്. ശരിക്കും അങ്ങനെ മാറി നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യകളൊക്കെ വരുന്നത്. ഇപ്പം ഈ കൊച്ചിനെ പീഡിപ്പിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ പീഡന ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഈ കൊച്ചു തളർന്നതുകൊണ്ട്, എന്ന് വെച്ചാൽ ഒരു വിശ്വാസമാണല്ലോ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം വിശ്വാസവഞ്ചന കാണിച്ചതിന്റെ ആ ഒരു മാനസിക സമ്മർദ്ദത്തിലായിരിക്കാം കുട്ടി ആത്മഹത്യ ചെയ്തത്. അപ്പം ആ കുട്ടിയെ നമുക്ക് തെറ്റ് പറയാൻ പറ്റൂലെങ്കിലും ഈ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവത്തിനെതിരായിട്ടാണ് കുട്ടി പ്രതികരണം എന്നുള്ള രീതിയിൽ ജീവൻ ഒടുക്കിയതെങ്കിലും ഈ കുട്ടികൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുക്കുന്നു എന്നത് ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്.
എനിക്ക് തോന്നുന്നു ഈ ഒരു ഘട്ടത്തിൽ കോവിഡ് സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അതിന്റെ കണക്കുകൾ നിയമസഭയിൽ വരുത്തിയത് അല്ലെങ്കിൽ കൊണ്ടുവന്നത്. കുട്ടികളുടെ ഈ തൂങ്ങി മരിക്കുന്നവരുടെ എണ്ണം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം വളരെ വലിയ രീതിയിൽ കൂടുന്നുണ്ട്, ഉയരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഏകദേശം കോവിഡ് സമയത്ത് മാത്രം ഒരു 500-ൽ പരം അത്തരം അപകടങ്ങൾ അല്ലെങ്കിൽ അത്തരം ആത്മഹത്യകൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ കഴിഞ്ഞ തവണ നമ്മൾ ഇപ്പോൾ ഈ 10ാം ക്ലാസ്സുകാരിയുടെ ഈ ഒരു മരണത്തെക്കുറിച്ച് നമ്മൾ ഞെട്ടലോട് കൂടി കേട്ടു. അതിനുശേഷം ഇപ്പോൾ അതിന് തൊട്ട് മുൻപ് തിരുവനന്തപുരത്ത് തന്നെ കാട്ടാക്കടയിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി സ്കൂളിൽ തൂങ്ങി മരിച്ച നിലയിലാണോ കണ്ടെത്തിയത്? അല്ല, വീട്ടിൽ തൂങ്ങി മരിച്ച ഇതാ ഞാൻ പറഞ്ഞത്. ഈ വിദ്യാർത്ഥികള് ഇത്രയും ചെറിയ പ്രായത്തിൽ ഈ ആത്മഹത്യ എന്നത് ചൂസ് ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഫെബ്രുവരി 2020 ഈ ഒരു മാസം തന്നെ ഏകദേശം 3ഓളം മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഈ പറയുന്നത് നവായകുളത്തുള്ള ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണം. ആ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലുള്ള സൂചനകളൊക്കെ വരുമ്പം ആ കുട്ടി അങ്ങനെ ഒരു ചിന്തിച്ചതിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യല്ല, എന്നാൽ പോലും അങ്ങനെ ചിന്തിക്കാം. കാരണം ആ കുട്ടിയെ സംബന്ധിച്ച് വലിയൊരു അപകടം അത് നേരിട്ടു എന്ന് പറയേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് വെറും 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടിയുടെ മരണം നമ്മൾ അന്വേഷിക്കാൻ എത്തിയപ്പം ഇതിന് പറയുന്നത് ഒരു പേന ഈ കൊച്ചിന് ഇതിന്റെ സഹോദരി കൊടുത്തില്ല എന്നുള്ളതാണ്. ഈ സഹോദരി എന്ന് പറയുന്നത് 3 വയസ്സ് എങ്ങാണ്ടുള്ളൂ. അപ്പം ഇവര് തമ്മിലുള്ള ഒരു പകയുടെ ഒരു സാഹചര്യം ഒന്നുമില്ല. കാരണം വെച്ചാൽ നമുക്കറിയാലോ, ഒരു 3 വയസ്സുള്ള ഒരു കൊച്ച് വാശി പിടിക്കുന്നതും അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പം അതുപോലും അക്സെപ്റ്റ് ചെയ്യാൻ കുട്ടികൾക്ക് പേടിയാണ്. അപ്പം ഒന്നുകിൽ ആത്മഹത്യ ഭീഷണി അല്ലെങ്കിൽ ആത്മഹത്യ, ഈ ഒരു രീതിയിലാണ്. പിന്നെ ഇതുപോലെ തന്നെ 3ാമത്തെ ഒരു മരണം എന്ന് പറയുന്നത് 2 ദിവസം മുമ്പാണ്. തിരുവനന്തപുരത്ത് തന്നെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. ഇത് എന്താണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് അന്വേഷിച്ച് ചെന്നപ്പം അറിയാൻ സാധിച്ചത്, ഈ കുട്ടി ഈ ദേവായകുളത്ത് സംഭവിച്ചതുപോലെ തന്നെ ഈ കുട്ടി സ്കൂളിൽ ഏറ്റവും നല്ലോണം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. 100-ൽ 99 മാർക്ക് മാത്രം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയോട് കൂടെയുള്ള കുട്ടികൾ പറയാണ്, ഇത്തവണ നിനക്ക് മാർക്ക് കുറവായിരിക്കും, നിനക്ക് ഒരുപക്ഷെ നീ പിന്നിലേക്ക് വന്നേക്കാം എന്നൊക്കെ പറയുമ്പോൾ ആ സഹപാഠിയുടെ ആ ഒരൊറ്റ വാക്കിൽ കുട്ടികൾ തളർന്നു. അങ്ങനെയാണ് എക്സാമിന്റെ രാവിലെ ഈ കുട്ടി സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പം ഇവര് ഇങ്ങനെ ഒരു ചിന്തിക്കുന്നതില് ഒന്നാമത്തെ കാര്യം, കുടുംബത്തിലുള്ള അച്ഛനും അമ്മയ്ക്കുമുള്ള ഏക മകൻ, നവായകുളത്തും ഏക മകളായിരുന്നു. അപ്പം ഇതൊക്കെ നമ്മള് ഈ പാരന്റിങ്ങിന് ഒരു പ്രാധാന്യം കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പാരന്റിങ് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പിയർ ഗ്രൂപ്പ് എന്നൊരു സംഭവം ഉണ്ട്. സെയിം നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളും നമ്മളെ കൂടെയുള്ള കൂട്ടുകാരൊക്കെയാണ് ഒരു കുട്ടിയുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോഷ്യോളജിയിലൊക്കെ പ്രത്യേകിച്ച് ആ ഒരു വിഷയം പറയുന്നുണ്ട്. അപ്പം ഇപ്പൊ വളർന്നു വരുന്ന കുട്ടികള് പിയർ ഗ്രൂപ്പിനോട് സംസാരിക്കുന്നതിനേക്കാളും ഈ ഓൺലൈൻ സംവിധാനങ്ങൾ വന്നതോടുകൂടി പിയർ ഗ്രൂപ്പ് അല്ല, ഓൺലൈൻ പിയർ ഗ്രൂപ്പ് അല്ല, ഇപ്പം ഇത് ഓൺലൈൻ ഫ്രണ്ട്സ് ആണ് പ്രയോറിറ്റി. ചിലത് മുഖമില്ലാത്ത ആളുകൾ തന്നെയായിരിക്കും. അപ്പം ഒരു 10-40 വയസ്സുള്ള ആളുകളോടൊക്കെ ആയിരിക്കും ചിലപ്പം ചാറ്റ് ചെയ്യുന്നത്, ഈ കുട്ടി അറിഞ്ഞുകൊണ്ടും അറിയാതെയും. അപ്പം ഇവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരുമ്പം ഈ കുട്ടി ഓവർ മെച്ചുവേർഡ് ആകാൻ ഇതൊരു സാഹചര്യം ഒരുക്കുന്നുണ്ട്. ഇന്ന് വനിതാ ദിനമാണല്ലോ. അപ്പൊ വനിതാ ദിനം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും ആദരവോടെ കാണുന്നത് നമ്മുടെ എല്ലാവരുടെയും അമ്മമാരെ കൂടി തന്നെയാണ്. ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു അമ്മമാർക്കാണ് ഏറ്റവും വലിയ റോള് ചെയ്യാൻ കഴിയുന്നത്. കുഞ്ഞിലെ മുതലേ അടിച്ചു വളർത്തണം എന്നല്ല പറയുന്നത്, തെറ്റ് കണ്ടാൽ അത് മാറ്റി തിരുത്തി വളർത്തേണ്ടതുണ്ട്. മൊബൈൽ ഫോൺ മകൻ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൊബൈലിൽ അവൻ എന്ത് കണ്ടു എന്നുള്ളത് അമ്മ അറിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ അവൻ കാണുന്നതൊക്കെ തന്നെ ശരിയായ രീതിയിൽ അവന്റെ വിദ്യാഭ്യാസ ഉതകത്തക്ക വിധത്തിലുള്ള വീഡിയോകളാണോ അവൻ കാണുന്നത് എന്ന് അറിയേണ്ടതുണ്ട്. ഒപ്പം അതുപോലെ തന്നെ സഹജീവികളോടുള്ള സ്നേഹം. നമ്മുടെ കേരളത്തിലെ ഒരു വ്യവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അച്ഛനോടും അമ്മയോടും ഒരു വെറുപ്പാണ്. അല്ലെങ്കിൽ സ്വന്തം അച്ഛന് ജന്മം നൽകിയ സ്വന്തം അച്ഛനെ അവൻ ഒരു ശത്രുവിനെ പോലെയാണ് കാണുന്നത്. വെള്ളറടയിൽ കഴിഞ്ഞ് നമ്മൾ കണ്ടതാണ്, അത്ര മറക്കാനിടയില്ല. സ്വന്തം അച്ഛനെ ഏകദേശം 27ഓളം വെട്ടുകൾ വെട്ടി മകൻ കൊന്ന വാർത്ത. അങ്ങനെ മകന് എപ്പോഴും അച്ഛൻ ഒരു ശത്രു ആകുന്നു. അതിന് അമ്മയ്ക്ക് ഉള്ള പങ്ക് ഉണ്ട് എന്ന് കഴിഞ്ഞ നമ്മുടെ റിപ്പോർട്ട് വന്നു. അത് പകുതിയോളം അന്വേഷിച്ചത് ശരി തന്നെയാണ്. അങ്ങനെ വനിതാ ദിനത്തിൽ മാത്രമല്ല വനിതകളെ ആഘോഷിക്കേണ്ടത് ശരിയാണ്, പക്ഷെ അപ്പോഴും നമ്മുടെ അമ്മമാർക്ക് ഇതിന് വലിയൊരു റോളുണ്ട്. മകന് അല്ലെങ്കിൽ മകൾ എപ്പോഴും തെറ്റ് ചെയ്താൽ അത്
മൂടി മൂടി വെച്ച് അത് പുറം ലോകത്ത് പറയാതെ ആരോടും പറയാതെ അത് പ്രശ്നമാകുമെന്ന് ഓർത്ത് ഭയന്ന് അവന്റെ നല്ല ഭാവി ഉണ്ടാകണമെന്ന് ആലോചിച്ച് ഈ വൃത്തികേടുകൾ മറച്ചു വെച്ചുകൊണ്ട് എന്നാൽ അവന്റെ ഏറ്റവും വലിയ കുഴിയിലേക്ക് വിടാൻ ഒരു പരിധിവരെ അമ്മമാർക്ക് കഴിയുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ എന്തോ വാത്സല്യം കൊണ്ട് പോലും ഈ ഷെമി എന്ന് പറയുന്ന ഈ കൂട്ടക്കൊലപാതകം നടത്തിയ അഫ്വാന്റെ അമ്മ ഇതുവരെയും ആ ആശുപത്രി കിടക്കയിൽ പോലും സ്വന്തം മകനെ ഒറ്റുകൊടുത്തിട്ടില്ല. അതാണ് ഈ അമ്മ മനസ്സെന്ന് പറഞ്ഞത്. ഇപ്പൊ അമ്മ മനസ്സ് വാത്സല്യത്താൽ കണ്ണു മൂടിക്കെട്ടാതെ പിള്ളേരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഇറങ്ങുക. ഇപ്പോൾ ഈ 10ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. വീട്ടിലെ അമ്മ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്ന ചോദ്യം എല്ലാവരും വരുന്നുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ട് അമ്മയ്ക്ക് അറിഞ്ഞില്ലേ മകളുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ അമ്മ അച്ഛൻ മക്കൾ ബന്ധം അത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിലുണ്ടാകേണ്ട ഒരു അടിത്തറയുണ്ട്. അല്ലെങ്കിൽ അമ്മയെയും അച്ഛനെയും സഹോദരിയുടെയും മുഖം ഓർത്ത് കഴിഞ്ഞാൽ ലഹരി ഉപയോഗിക്കുന്നവൻ ലഹരി നിർത്തേണ്ടതുണ്ട്. ഞാനിത് ലഹരി ഉപയോഗിച്ചാൽ എന്റെ അനിയത്തിയുടെ അല്ലെങ്കിൽ അനുജത്തിയുടെ മുഖം എറണാകുളത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. 10 വയസ്സുകാരിക്ക് സഹോദരൻ ലഹരി നൽകി. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരൻ ലഹരി ഉപയോഗിച്ച് പീഡിപ്പിച്ചു. നമ്മുടെ എറണാകുളത്താണ്, ഇവിടെയാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ സ്വന്തം അനിയത്തിയുടെ മുഖം മറന്നു പോകാതെ അല്ലെങ്കിൽ ഞാൻ ലഹരി ഉപയോഗിച്ചാൽ എന്റെ കുടുംബത്തിൽ എന്റെ അമ്മ ദുഃഖിക്കുമെന്ന് ഓർക്കുന്ന ഒരു നിമിഷം വരുന്നത് എവിടെയാണ്? വീട്ടിലൊരു ബോണ്ടിങ്, ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അത് ഇതില് ഇപ്പൊ പ്രധാനമായിട്ട് പറയേണ്ടത്, പണ്ടൊക്കെ നമ്മള് കേട്ടുകൊണ്ടിരുന്ന ഒരു പഴമൊഴിയുണ്ട്, അതായത് അമിതമായാൽ അമൃതവും വിഷാണെന്നുള്ളത്. അത് തന്നെയാണ് ശരിക്കും ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അമ്മയും അച്ഛനും മക്കളും ഉള്ള ഒരു ഫാമിലിയില് സാധാരണഗതിയിൽ പണ്ടൊക്കെ ആണെങ്കിൽ കേട്ടുകയറിയും നമ്മളൊക്കെ അനുഭവിച്ചതും തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞും ഒരുപക്ഷെ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ അവര് ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് നമ്മളെ തല്ലിയാണെങ്കിലും ചീത്ത പറഞ്ഞാണെങ്കിലും നമ്മളെ അത് ബോൾഡാക്കി, ഓക്കെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അച്ഛന്റെ അടുത്തും അമ്മയുടെ അടുത്തും അടി കിട്ടും എന്നുള്ള ഒരു പേടി ഉള്ളിലുണ്ടാവും. അപ്പം അതിൽ നിന്നൊക്കെ ഒരു വിട്ടു നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പം അതിൽ നിന്നൊക്കെ മാറി ഇപ്പോഴത്തെ കുട്ടികളെ അടിക്കുന്നതിൽ ഗാർഹിക പീഡനം, ബാലപീഡനം, ഇങ്ങനത്തെ ഒരുപാട് ലോകളുണ്ട്. ഈ ലോകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇതില് പ്രധാനമായിട്ടും സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ സ്ത്രീകളാണ് ഇപ്പം നോർമലി അങ്ങനെ പറയാൻ പാടില്ല, എന്നാൽ പോലും ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ വെച്ച അധിക സ്ത്രീകളും വീട്ടിലാണ്. അവരാണ് ഫാമിലിയുടെ ഒരു പില്ലർ എന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെയാണ്. അപ്പൊ ഈ സ്ത്രീകള് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടതുണ്ട്. ഓരോ അമ്മയെടുത്തും ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേപോലെ ചെന്ന് പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ പിതാവിന്റെ അടുത്ത് പറയണമെന്നില്ല. അത് പല സമയത്തും അച്ഛൻ ജോലി കഴിഞ്ഞു വരുന്ന സമയത്ത് മക്കൾ ഉറക്കമായിരിക്കാം, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പറയാൻ അത്ര ഒരു കംഫർട്ട് സോൺ ഉണ്ടാകണമെന്നില്ല. ആ ഒരു സാഹചര്യമായിരുന്നു ഏകദേശം ഒരു 10-15 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഉണ്ടായിരുന്നത്. ഇപ്പൊ അതൊക്കെ മാറി അച്ഛൻ്റെ അടുത്തും അമ്മയുടെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ അത് ഒരു തരത്തിൽ പോസിറ്റീവ് ആണെങ്കിലും മറ്റൊരു തരത്തിൽ വലിയൊരു പ്രശ്നം അവിടെ ഉണ്ട്. കാരണം ഈ അച്ഛനെയും അമ്മയെയും സുഹൃത്തുക്കൾ മാത്രമായി കാണാൻ തുടങ്ങിയതോടുകൂടെ ഇവിടെ കുറച്ച് ടേംസ് ഈ ഇപ്പോഴത്തെ യുവാക്കള് അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറ ഉപയോഗിക്കാൻ തുടങ്ങി. ടോക്സിസിറ്റി, അതുപോലെ തന്നെ പ്രയോറിറ്റി, പ്രൈവസി, ഇങ്ങനെയുള്ള കുറച്ച് വേർഡുകൾ ഏറ്റെടുക്കുന്നു. അത് മാതാപിതാക്കളെ പഠിപ്പിക്കുന്നു. ഇത് മാതാപിതാക്കൾക്കുള്ളിൽ ഒരു ഭയം വരികയാണ്. അയ്യോ അവൻ കഥ കടച്ചിരുന്നാൽ പറയും അവന് അത്യാവശ്യം പ്രൈവസി കൊടുക്കണം. അതായത് ആദ്യം കഥ കടച്ചിരിക്കുമ്പോൾ അമ്മ ഒന്ന് നോക്ക് ചെയ്യാതെ സ്വന്തം വീട്ടിലെ സ്വന്തം മകനെ മുറിയിൽ അമ്മയെ കടക്കണമെങ്കിൽ തട്ടി വിളിക്കാതെ അമ്മ കടന്നു കഴിഞ്ഞാൽ പറയും പ്രൈവസി എനിക്ക് വേണം. ഇത്തരത്തിലൊരു പ്രൈവസി ആ ഒരു സംഭവം മനസ്സിൽ കിടക്കും. പിറ്റേ ദിവസം അവൻ കഥ കടച്ചിരിക്കുമ്പോൾ അമ്മ അവന്റെ പ്രൈവസി അല്ലേ, എന്തിനാ ഞാൻ തലയിടണം എന്ന് അപ്പം ഇത്തരത്തിലുള്ള പ്രൈവസി കൊടുക്കലും ഈ ടോക്സിസിറ്റി അല്ലാത്ത ഒരു പേരന്റായി മാറാനുള്ള ശ്രമങ്ങളും ഒക്കെയാണ് ഇങ്ങനെ കുട്ടികളെ ഇത്തരത്തിലുള്ള പല രീതികളിലേക്കും പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കോഴിക്കോട് നിന്ന് പുറത്തു വന്നു. 2 പെൺകുട്ടികൾ, ആ പെൺകുട്ടികളെ കാണാതായി. നമുക്കറിയാം കൊല്ലത്ത് ഒരു 5 വയസ്സുകാരിയെ കാണാതായപ്പം 24 മണിക്കൂറിനുള്ളിൽ പോലീസ് തിരിച്ച് കൊണ്ടുവന്നതും ആ ഒരു സംഭവമൊക്കെ നമ്മൾ ഇങ്ങനെ 2 കുട്ടികളെ കാണാതാകുന്നു എന്ന് പറയുമ്പം ആരോ തട്ടിക്കൊണ്ടുപോയതാണ് എന്തോ, അല്ലെങ്കിൽ ഈ പീഡന കേസുകളൊക്കെ ഓരോ ദിവസം വരുന്നത് കൊണ്ടും 2 പെൺകുട്ടികളെയാണ് കാണാതായത് എന്നതുകൊണ്ടും നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് എന്താണ്, ഈ കുട്ടികൾക്ക് എന്തോ സംഭവിച്ചു, ആര് കൊണ്ടുപോയി, ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ശരിക്കും ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ആളുകൾ ചിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം മുടി വെട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങ് പോയിരിക്കുന്നത്. അതും 2 സുഹൃത്തുക്കള് വീട്ടിൽ പ്രശ്നമുണ്ടെന്ന് ഈ പെൺകുട്ടികള് മാധ്യമപ്രവർത്തകരോട് പറയുന്നു. അപ്പോഴും മാധ്യമപ്രവർത്തകർ ഓക്കെ ഈ വീട്ടിൽ എന്തോ വലിയ പ്രശ്നമുണ്ട് എന്ന് വിചാരിച്ച് പാരന്റ്സിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവര് പറയുന്നതും
നമ്മള് കുഴപ്പമൊന്നുമില്ല, സാഹചര്യം ഇല്ലായിരുന്നു, കുറച്ച് പണം modern മുടി വെട്ടണമെന്ന് ഈ മക്കള് പറഞ്ഞു. അപ്പൊ അതിന് എതിർപ്പ് പ്രകടിപ്പിച്ചു. അതുകൊണ്ടാണ് അവര് ഇങ്ങനെ പോയത് എന്ന്. അപ്പൊ ആലോചിച്ചോക്ക, ഒരു ജോലി ചെയ്യാനുള്ള ശാരീരിക ക്ഷമതയിലൊക്കെ കുട്ടികൾ 10ാം ക്ലാസ് പ്ലസ് 2 ഒക്കെ എത്തുന്നുണ്ടെങ്കിലും ഒരു കൃത്യമായിട്ട് ഒരു ഡിഗ്രി ലെവലൊക്കെ എത്തുമ്പോഴാണല്ലോ കുട്ടികൾ കൃത്യമായിട്ടും ഒരു ജോലി ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിൽ എത്തുന്നത്, അപ്പം നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം ഇവര് ഈ പ്ലസ് 2 അല്ലേ കോഴിക്കോട് നിന്ന് കാണാതായത്. ഈ പ്ലസ് 2 വിദ്യാർത്ഥികള് കള്ളം പറഞ്ഞ് പോകുന്നു. അതും യാത്ര പോകുക അങ്ങനെയൊന്നുമല്ല, മറ്റൊരാൾക്കും ഒരു സൂചനയും കൊടുക്കാതെ ഒരു ദിവസം പെട്ടെന്ന് ഇറങ്ങി പോകുന്നു. അവര് മുംബൈ വരെ എത്തുന്നു. അവിടെ നിന്ന് സുഹൃത്തിന്റെ വിവാഹമാണെന്ന് പറഞ്ഞ് ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മുടി വെട്ടുന്നു. അപ്പം ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സഹായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ റഹീം എന്നുള്ള സഹായി എവിടെ നിന്ന് വന്നു എന്നൊരു ചോദ്യം മുമ്പ് നമ്മൾ പറഞ്ഞ അതേ സംഭവമാണ്. പ്രിയർ ഗ്രൂപ്പുകളല്ല, സഹപാഠിയല്ല, കൂടെയുള്ളവരല്ല, ഇതൊക്കെ സോഷ്യൽ മീഡിയ വഴി കിട്ടുന്ന സുഹൃത്തുക്കളാണ്. ആത്മബന്ധങ്ങളിൽ ഇപ്പോഴത്തെ ആളുകൾ പറയുന്ന അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ശരിക്കും ഇതൊക്കെ തന്നെയാണ് കുട്ടികളെ പലരെയും വഴിതെറ്റിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ആത്മഹത്യയിലേക്ക് പോകുക എന്നത് വിദ്യാർത്ഥികൾ, ഇപ്പം പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഏതൊരു പ്രശ്നമാണെങ്കിലും, ഇപ്പം എന്ത് വലിയ ക്രൈം ആണെങ്കിലും അതിന് ഇവിടുത്തെ നീതി നടപ്പാക്കും, വൈകിയാണെങ്കിലും അത് നടപ്പാക്കിയിരിക്കും എന്നുള്ള ഒരു ബോധ്യം കുട്ടികൾ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പം അതാണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇനിയും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കട്ടെ, സംഭവ വികാസങ്ങൾ നടക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് എല്ലായ്പ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഈ ഒരു വാർത്തകൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പല ഇതുമായി ബന്ധപ്പെട്ട പല വാർത്തകളെ ക്രോഡീകരിച്ചാണ് ഇത്തരം വാർത്തകൾ, ഇത്തരം സംഭവ വികാസങ്ങൾ നടക്കാതിരിക്കട്ടെ എന്ന് ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് നിർത്താം. നമസ്കാരം.